ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ജന്മാഷ്ടമി ദിനാശംസകൾ. നമ്മളുടെ കൃഷ്ണൻ്റെ ജനിച്ച ദിവസമല്ലേ ഇന്ന്. അപ്പോൾ ഇന്നൊരു സ്വീറ്റായിട്ടുള്ള റെസിപ്പി തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു. റവ കേസരിയുടെ റെസിപ്പിയാണ് കേട്ടോ. ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയ റവ കേസരിയുടെ റെസിപ്പിയാണ്. ഞാനിത് ഫസ്റ്റ് അറ്റംപ്റ്റ്, അതായത് ഇങ്ങനെ കളർ ചേർക്കുന്നത് ആദ്യമായിട്ടാണ്, ഈ ഒരു കളറ്. അപ്പോൾ കണ്ടുപോയിട്ട് അഭിപ്രായം പറയട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കളറിനായിട്ട് ഞാൻ എടുത്തത് ശംഖുപുഷ്പമാണ്. ശംഖുപുഷ്പം നല്ലോണം ക്ലീൻ ചെയ്തെടുത്തിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക കേട്ടോ. അതിൻ്റെ ഞെട്ടുഭാഗം കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് വെള്ളത്തിൽ തിളപ്പിച്ച് അതിൻ്റെ കളർ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. ഈ കളറിലാണ് ഞാൻ കേസരി ഉണ്ടാക്കിയത് കേട്ടോ. ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് ബോയിൽ ചെയ്യാൻ വെക്കണം. മെഷറിങ്ങിൻ്റെ കപ്പിൽ ഒരു 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ നമുക്കിത് ബോയിൽ ചെയ്യാൻ വെക്കാം. 1.5 കപ്പ് എടുക്കുന്നത് തിളച്ച് വരുമ്പോൾ കുറവ് വരും. അതുകൊണ്ട് 1.5 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇത് ബോയിൽ ചെയ്യാൻ വെക്കാം. നമുക്കിതിൻ്റെ നീരൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്, എക്സ്ട്രാക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ടൈമിൽ തന്നെ നമുക്ക് വേറൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പാൻ ചൂടായി വന്ന് കഴിയുമ്പോഴേക്കും ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കാഷ്യൂം കിസ്മിസും നമുക്കൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു 7-8 കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്, നെടുക പൊളിച്ചത്. അത് നല്ലോണം നെയ്യിലൊന്ന് വറുത്തെടുക്കുക. കാഷ്നട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞിട്ട് നമുക്കത് മാറ്റിയിട്ട് ഈ നെയ്യിൽ തന്നെ നമുക്ക് കിസ്മിസും കൂടി വറുത്തെടുക്കുക കേട്ടോ. കിസ്മിസും ഒന്ന് കഴുകിയിട്ട് വേണം വറുക്കാനായിട്ട്. കഴുകിയതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് ഒന്ന് വറുത്തെടുക്കുക. ഒരു 7-8 കിസ്മിസും എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കുക കേട്ടോ, കാഷ്യൂം കിസ്മിസൊക്കെ. അപ്പോൾ അതും ഇങ്ങനൊരു വറുത്ത് വരാം. സിമ്മിൽ വെച്ചിട്ട് വറുക്കാം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും, നെയ്യ് ചൂടായി കിടക്കണോണ്ട്. സിമ്മിൽ തന്നെ വെച്ചിട്ട് നമുക്ക് റവയും കൂടി വറുത്തെടുക്കണം. നമ്മുടെ ബ്ലൂ കളറിലെ വെള്ളം റെഡി ആയിട്ട് വരുന്നുണ്ട്, ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം. ആ പാനിലേക്ക് തന്നെ ഞാൻ 1/2 കപ്പ് റവയായിട്ട് എടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് 1.5 കപ്പ് വെള്ളം എടുത്തത്. 1.5 കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിളച്ച് വരുമ്പോഴേക്കും കുറവ് വരും. അതുകൊണ്ട് 1.5 കപ്പ് വെള്ളം എടുത്തു. നമ്മൾക്ക് ഇതിലൊരു 1/4 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ റവ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. വറുത്ത റവ ആണെങ്കിലും നെയ്യിലൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. എനിക്ക് ഒരു കപ്പും ഒരു ഇത്തിരി കൂടി ഉണ്ടായിരുന്നു, അത് ഞാൻ ചേർത്ത് കൊടുത്തു. കാരണം റവ കുക്ക് ചെയ്ത് വരാൻ അത്രയും വെള്ളം ആവശ്യമുണ്ട്. 1/2 കപ്പിന് 1 കപ്പ് 1.5 കപ്പ് വെള്ളം വേണം. അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിക്കുക, നമ്മൾ റവ ഇങ്ങനെ വറുത്തിട്ട് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടി ഇതാവാനുള്ള ചാൻസ് ഉണ്ട്, അതായത് തെറിക്കും. അപ്പോൾ സിമ്മിലേക്ക് ഇട്ടിട്ട് ആദ്യം ഒരു ഇത്തിരി ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഒഴിക്കുക കേട്ടോ. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കയ്യിലേക്ക് തെറിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വെള്ളത്തിന് പകരം പാലിലും ഇത് ഉണ്ടാക്കാം കേട്ടോ, റവ കേസരി. ഈ വെള്ളത്തിന് പകരം പാലിൽ നമുക്ക് ഉണ്ടാക്കാം. ആ റവ വെള്ളത്തിലൊന്ന് കുക്കായി വന്നതിന് ശേഷം ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു മീഡിയം മധുരത്തിലാണ് ഞാൻ എടുത്തേക്കുന്നത്, 1/4 കപ്പ്. നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ, അതായത് കേസരിക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.25 കപ്പ് വരെ, അതായത് 1/4 കപ്പിൽ 1 കപ്പും പിന്നെ ഒരു കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂണും കൂടി കൂട്ടിൽ ചേർത്ത് കൊടുത്ത് നല്ല മധുരത്തിൽ കിട്ടും. ഞാൻ അത്രയും മധുരം വേണ്ടാന്ന് വെച്ചിട്ട് നേരിയ മധുരത്തിൽ, അതായത് മീഡിയം മധുരത്തിൽ എടുത്തേക്കുന്നതാണ് കേട്ടോ ഈ ഒരു അളവ്. കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പഞ്ചസാര നല്ലോണം മെൽറ്റായിട്ട് വന്നു കഴിയുമ്പോഴേക്കും ഇതിലേക്ക് മിക്സായിട്ട് ഇങ്ങനെ കുഴഞ്ഞ് വരും. ഈ ടൈമിലൊക്കെ ഫ്ലെയിം ലോയിൽ തന്നെ വെച്ചിട്ട് കുക്ക് ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതിങ്ങനെ ഡ്രൈ ആയിട്ട് പോവും. പിന്നെ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഞാനൊരു 1/4 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ നെയ്യ് ചേർക്കുന്നവർക്ക് ചേർക്കാം കേട്ടോ. ഞാൻ കുറച്ച് ചേർത്തേക്കുന്ന സാധാരണ കേസരി എന്ന് പറഞ്ഞാൽ പഞ്ചസാരയും നെയ്യും നല്ലോണം ചേർക്കും. നമ്മൾ തമിഴ്നാട്ടിലൊക്കെ കഴിക്കുമ്പോൾ ഇത് ശരിക്കും ഇങ്ങനെ ഇലയിൽ വിളമ്പിക്കഴിഞ്ഞാൽ നെയ്യ് അതിൽ നിന്ന് ഇറങ്ങി വരും. അത്രയും നെയ്യ് അവർ ചേർക്കാറുണ്ട്. ഞാൻ അത്രയും ചേർത്തിട്ടില്ല, കൂടുതൽ ചേർക്കേണ്ടവർക്ക് ചേർക്കാം കേട്ടോ. നമ്മൾ വറുത്ത് വെച്ച കാഷ്യൂം കിസ്മിസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഏലക്കയുടെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് കാണിക്കാൻ വിട്ടുപോയി. പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന ടൈം ആകുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. നമുക്കിത് ഇങ്ങനെയും സെർവ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ട്രേയിലേക്ക് നെയ്യ് തടവിയിട്ട് അതിലേക്ക് ഇത് നിരത്തി വെച്ചിട്ട് നമുക്കിത് ചൂടാറി കഴിയുമ്പോൾ കട്ട് ചെയ്തിട്ട് സ്ക്വയർ പീസായിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊരു മീഡിയം മധുരത്തിൻ്റെ അളവാണ്. കൂടുതൽ മധുരം വേണ്ടവർക്ക് പഞ്ചസാര കൂടുതൽ ചേർക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിന്തറ്റിക് കളേഴ്സൊന്നും ചേർക്കാതെ നാച്ചുറലായിട്ടുള്ള കളർ വെച്ച് ഉണ്ടാക്കിയതാണ് നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടമാവുകയാണെങ്കിൽ
ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. താങ്ക് യു.